അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ? അള്ളാഹിനോടാണോ കളിയാക്കുന്നത്? അള്ളാഹിന്റെ ആയത്തുകളെയാണോ പരിഹസിക്കുന്നത്? അള്ളാഹിന്റെ റസൂലിനെയാണോ പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചൊരു രംഗമുണ്ടായിട്ടുണ്ട്. എന്താ അതിന് കാരണം എന്നറിയോ? മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ പറ്റി തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ ചില മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹൗലായി. നമ്മുടെ കൂട്ടത്തിൽ മുഹമ്മദിന്റെ പിന്നിലുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ടീം ആൾക്കാർ, ഇവർ ഭയങ്കര തീറ്റിപ്രിയന്മാരാണ്, തൊള്ള പൊളിച്ചാൽ നുണ പറയുന്നവരാണ്. ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ഇവരെ പോലെ ധൈര്യമില്ലാത്ത ഭീരുക്കൾ വേറല്ലതാണ്. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ പറ്റി മുനാഫിക്കുകൾ അടക്കം പറഞ്ഞതാ. പക്ഷെ ഈ സ്വകാര്യ മുനാഫിക്കുകൾ പരസ്പരം കൈമാറിയപ്പോൾ മുഅ്മിനായ മനുഷ്യനായ ഒരു സഹാബി ഇത് കേട്ടു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഉടനെ മറുപടി കൊടുത്തു, കദബത, കളവാനടാ നീ പറഞ്ഞത്. മാത്രമല്ല വലാകിന്നക മുനാഫിഖ്, കടുത്ത മുനാഫിഖാടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ പറ്റി നീ എന്താടാ പറഞ്ഞത്? നീ എന്താടാ അവരെ കുറിച്ച് മനസ്സിലാക്കിയത്? ല ഉഖ്ബിറന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു തരണം. അങ്ങനത്തെ ഒരു നമ്മളെ കൂട്ടത്തിൽ വേണ്ട. ഇതിനെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യും, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പോയി കേസ് പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വിവരമെത്തി. വിശുദ്ധ ഖുർആനിലെ സൂക്തം ഇറങ്ങിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂക്തം ഇറങ്ങി. അയാളെ വിളിപ്പിച്ചപ്പോൾ അയാൾ റസൂലുള്ളാഹിന്റെ ആ ഒട്ടക കട്ടിലിങ്ങനെ തൂങ്ങി പിടിച്ചിട്ട് അയാൾ റസൂലുള്ളാഹിനോട് ഇങ്ങനെ കെഞ്ചനുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ കുന്നാ നഖൂലു വനൽഅബ്. തമാശ പറഞ്ഞതാ നബി, കാര്യത്തിലെടുക്കല്ലേ, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാ, അവർ നേരം പോക്ക് പറഞ്ഞതാണ്. ഉടനെ അള്ളാഹിന്റെ റസൂല് ആയത്ത് ഓതി കൊടുക്കുകയാണ്, അബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടാണോ, വ ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ടാണോ, വ റസൂലിഹി, അവന്റെ റസൂലിനെ കൊണ്ടുമാണോ, കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്? അതുകൊണ്ട് ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാനികമായ വല്ലതും നിങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പോയിരിക്കുന്നു. എന്നോട് ഒരു ഉദുറും നിങ്ങൾ ഇനി ബോധിപ്പിക്കണ്ട, നിങ്ങൾ തനിച്ച മുനാഫിക്കുകളാണ്, നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു എന്ന വചനം സൂറത്ത് തൗബയിലെ 64 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? പരിഹാസം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സാധാരണ വിഷയത്തിൽ പരിഹസിക്കുന്നത് പോലും വൻപാപമാണ്. എന്നാൽ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യത്തെ പരിഹസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. ഇന്നൽ ഇസ്തിഹ്സാഅ ബിആയാത്തില്ലാഹ് ഔ ബിശൈഇൻ മിൻ ശറാഇഇ ദീനിഹി, അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു ആയത്തുകളോ ദീനിൽ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു ശർഈയായ നിയമത്തെയോ ആരെങ്കിലും പരിഹസിച്ചാൽ അവൻ കാഫിറായി പോകുന്നതാണ്. യസ്തവീ ഫീ ദാലികൽ ജാദ്ദു വൽ ഹാസിലു, ശരിക്കും മനസ്സിലാക്കണം, അക്കാര്യത്തിൽ തമാശയും വിനോദവും കാര്യമൊക്കെ സമാണ്. എന്തേ മനസ്സിലായത്? ഇവർ അള്ളാഹിന്റെ റസൂലിനോട് എന്താ പറഞ്ഞത്? ഞങ്ങൾ വെറുതെ നേരം പോക്ക് പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല, ഞങ്ങൾ വെറുതെ രസം പറഞ്ഞാണ്. അപ്പോഴാ അള്ളാഹ് പറഞ്ഞത്, മിണ്ടണ്ടടാ, നിങ്ങൾ കാഫിറായി പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കളിയും കാര്യമൊക്കെ കാര്യമാണ്, ഇതിലെല്ലാം കാര്യമാണ്. മതപരമായൊരു വിഷയത്തെ ഇന്ന് അങ്ങാടിയിൽ കടകളിലിരുന്ന് അവനവന്റെ വാട്സപ്പുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, അവനവന്റെ ബ്ലോഗുകളിലൂടെ ഇസ്ലാമികമായ ഒരുപാട് കാര്യങ്ങളെ പരിഹസിക്കുന്ന എത്രയോ തെമ്മാടികൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളൊന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത കുഫറാണ്. താടിയെ പരിഹസിക്കുന്നു. ഇജ്ജ് വെക്കണില്ലെങ്കിൽ വെക്കണ്ടോ? ഇജ്ജ് വെക്കുന്നവൻ എന്തിനാ പരിഹസിക്കുന്നത്? നീ പർദ്ദയിടുന്നെങ്കിൽ ഇടണ്ട. അത് ചെയ്യുന്നവനെ നീ എന്തിനു പരിഹസിക്കുന്നു? തുണി നെരിയാണിക്ക് മീതെ കയറ്റി ഉടുക്കുന്നവനെ നീ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട. എന്തിനായി ചെയ്യുന്നവനെ പരിഹസിക്കുന്നത്? മിസ്വാക്ക് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനിങ്ങനെ മിസ്വാക്ക് ചെയ്യുന്നവനെ കളിയാക്കണ്ട. ചില ആളുകളൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി, ദന്തനിരകളിൽ സദാ തത്തിക്കളിക്കുന്ന അറാക്കിൻ കൊള്ളികളും പരിഹസിക്കണം. ദന്തനിരകളിൽ തത്തിക്കളിക്കുന്ന അറാക്കിൻ കൊള്ളികളും മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കേർട്ടുകളും ബാർബറുടെ കരങ്ങൾ ഇന്ന് വരെ തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങളും ഈ സലഫി മുത്തശദ്ദിദുകളുടെ പ്രകട അടയാളങ്ങളാണ്. മഅദല്ലാഹ്, ഒരൊറ്റ വാചകത്തിലൂടെ 3 സുന്നത്തുകളെ പുച്ഛിച്ചു തള്ളിക്കളഞ്ഞു. അവനത് മനസ്സറിഞ്ഞ കാഫിറാണ്. ഇസ്ലാമിന്റെ ശിആറുകളെയാണ് പരിഹസിച്ചത്. ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും. എന്തിന്? നിര്യാണിക്ക് മീതെ തുണി കയറ്റി ഉടുക്കുന്നത് നല്ല കാര്യമല്ലേ?
അത് കുറച്ച് കൂടുതൽ കയറ്റി കൊടുത്താൽ നല്ല ഈമാനുള്ളവനവർ ചെയ്തോട്ടെ, നമ്മൾ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ മാക്സിമം നെരിയാണിക്ക് താഴെ പോലും പോകാൻ പാടില്ല. തൊട്ട് മികിതയല്ലേ ലാസ്റ്റ് അനുവാദമുള്ളത്. അതിലും താഴെ താഴ്ന്നാൽ നരകത്തിലാണ്. നമ്മൾ പറയാ പാൻറ്റൊക്കെ നെരിയാണിക്കൊക്കെ താഴ്ത്തിട്ട് പറയാ അത് അഹങ്കാരല്ലേ, ഈ കുഴപ്പമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് ഇന്ന മിനൽ മഖീലത്തി ഇസ്ബാലുൽ ഇസാർ, അഹങ്കാരത്തിൽ പെട്ടതാണ് നെരിയാണിക്ക് താഴെ തുണി ഉടുക്കൽ. അപ്പൊ അത് അഹങ്കാരം തന്നെയാണെന്നാ പറയുന്നത്. പിന്നെ അഹങ്കാരത്തോടു കൂടെ അല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഷിആർ, ഇസ്ലാമിന്റെ പർദ, മൂടിക്കെട്ടി നടക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ശിവലിംഗങ്ങൾ, പെണ്ണുങ്ങളെ പറഞ്ഞതാണ്. പെണ്ണുങ്ങൾ മുഖമൊക്കെ മൂടിയിട്ടു അല്ലെങ്കിൽ അങ്ങനെ മൂടി പൊതിച്ചൊക്കെ അങ്ങനെ പോണ കാഴ്ച കാണുമ്പോൾ പരിഹസിക്കുന്നു. ബാങ്ക് വിളി കേൾക്കുമ്പോൾ അതിനെങ്ങനെ പരിഹസിക്കുന്നു. എന്തൊക്കെ ഓളിയിടുന്നത് കേൾക്കണത് എന്ന് പറഞ്ഞിട്ട്. ഏതിനെയാണെന്ന് ലോകത്ത് പരിഹസിക്കാത്തത്? അതുകൊണ്ട് തന്നെ പരിഹാസം കുഫറാണ്. അത് കാഫറായി പോകും. എനിക്കൊരു കാര്യം വേണ്ടെങ്കിൽ ഞാനത് ചെയ്യണ്ട, അത് വേറെ വിഷയമാണ്. എനിക്ക് അതിൻ്റെ കൂലിട്ടൂല. അല്ലെങ്കിൽ ഒരു ഹറാമായൊരു കാര്യം ഞാൻ ചെയ്ത ചിലപ്പോൾ ഇസ്ലാമെന്ന് പുറത്തൊന്നും പോകില്ല. പക്ഷെ ദീനിനെ പരിഹസിച്ച് ദീനിൻ്റെ ഒരു കാര്യം ചോദ്യം ചെയ്താൽ ഇസ്ലാമിലെ എല്ലാ നിയമവും എനിക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഈ രണ്ട് പെണ്ണും ഒന്നിലധികം പെണ്ണിട്ടുക എന്നുള്ള നിയമം അള്ളാന്റെ നിയമത്തോട് എനിക്ക് യോജിപ്പില്ല എന്നൊരു പെണ്ണ് പറഞ്ഞാലോ ഒരാണ് പറഞ്ഞാലോ ഇസ്ലാമെന്ന് പുറത്തേക്കാണ് പോകും. അതുകൊണ്ട് ലോകത്തെല്ലാവരും രണ്ടു പെണ്ണ് കിട്ടണം എന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. വേണ്ടവും കിട്ടിയാൽ മതി. അതിന് കഴിവും നീതി പുലർത്താൻ കഴിവും സമ്പത്തും ശാരീരികമായിട്ടൊക്കെ നീതി പുലർത്താൻ കഴിവുള്ളവൻ ചെയ്തോട്ടെ. ചെയ്യാത്തവൻ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുള്ളതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പാണെന്ന് പറഞ്ഞാൽ എടോ ഈ പേഴ്സണലി ഇസ്ലാമെന്ന് പുറത്തേക്കാണ് പോയി. അള്ളാന്റെ നിയമത്തിനെതിരെ വെല്ലുവിളിക്കാൻ ആരാ? ലജ്നത്തുദ്ദായിമയുടെ പണ്ഡിതന്മാർ മൊത്തത്തിൽ അവരോട് ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്. ഇത് ആഗോളാടിസ്ഥാനത്തിൽ പരിഹസിക്കപ്പെടുന്ന വിഷയമാണ്. അതില്ലെന്ന് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പ്രബോധനം വാരികയിൽ വന്ന വരികളാണ് ഞാൻ മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചത് മലയാളത്തിൽ. എന്നാൽ സമാനമായ വാചകങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ ഇവർ പറയാറുണ്ട് എന്നുള്ളതിന് തെളിവാണ് സൗദി അറേബ്യയിലെ ലജ്നത്തുദ്ദായിമയിലേക്ക് ഒരു ചോദ്യം വന്നു. അതിനവർ നൽകിയ മറുപടി ശ്രദ്ധിക്കുക. അതായത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്തായ ഒരു കാര്യത്തെപ്പോലും ഒരാൾ കളിയാക്കിയാൽ, ഏതുപോലെ മിസ്വാക്ക് ചെയ്യൽ, അതുപോലെ തന്നെ കണങ്കാലിന്റെ മുകളിൽ തുണി ഉയർത്തി ഉടുക്കൽ, ആ രൂപത്തിൽ വസ്ത്രം ധരിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഏത് വിഷയമാവട്ടെ അതൊക്കെ ആരെങ്കിലും പരിഹസിച്ചാൽ ഫഹുക്മുഹു, കേറി ചാടി അവനെ കാഫറാക്കണം എന്നല്ല പറയണത്. മറിച്ച് അന്നഹു യുബയ്യിനു ലഹു, ആ വ്യക്തിക്ക് വിവരിച്ചു കൊടുക്കണം. ഇതൊക്കെ ഉള്ളതാണ് സുഹൃത്തെ, നിങ്ങൾ കളിയാക്കല്ലേ. നിങ്ങൾ ഈ കളിയാക്കലും പരിഹാസമൊക്കെ അള്ളാന്റെ റസൂലിന്റെ നേരെയാണ്, ഇതൊക്കെ നബിചര്യയിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വിവരിച്ചു കൊടുക്കണം. സുന്നത്തിൽ അതൊക്കെ ഉള്ളതാണ് എന്ന് പറയണം. എന്നിട്ടും ഫൈദാ സറ അലൽ ഇസ്തിഹ്സായി, അവൻ തന്റെ പരിഹാസത്തിൽ അടിയുറച്ച് മുന്നേറുക തന്നെയാണെങ്കിൽ ബിസ്സുനനി സാബിതതി, സാബിതായ സുന്നത്തുകളെ പരിഹസിക്കുന്നത് അവൻ നിർത്തുന്നില്ലെങ്കിൽ കഫറ ബിദാലിക, അതുകൊണ്ട് ആരായിത്തീരും? കാഫറായിത്തീരും. അപ്പൊ കാഫറാകുന്ന കേസാണ്, കാഫറാണ് കേസാണ്. ഒരു വാക്കുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തേക്കും പോവും, അകത്തേക്കും കയറും.